വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംസാരിച്ചുകൊണ്ടാണ്, അല്ലാതെ എൻ്റെ റിവ്യൂവിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് ഞാൻ ആദില നൂർ എന്നിവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അടക്കം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് പോലും വളരെ മോശമായിട്ട് തോന്നിയ ചില സംസാരമായിരുന്നു നെവിൻ്റെ അടുത്ത് ആദില നൂർ എന്നിവർ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ഷോ വഴി കുറേ മാറ്റങ്ങളൊക്കെ ഷോയുടെ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അതിൽ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള ഒരു സംഭവം, ഇതൊക്കെ കൃത്യമായിട്ട് ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ്. അനുമുള്ള സദാചാരം വർക്കായി. അനുമുള്ള മോശമായിട്ടുള്ള ആ ഒരു സദാചാര ചിന്താഗതിയും അമ്മായി മൈൻഡ് സെറ്റും കൃത്യമായിട്ട് വർക്കായി. അതിന് ജെൻഡർ കാർഡ് ഇറക്കുക. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അബലയാണ് എന്ന് പറയുന്നത് മാത്രമല്ല ജെൻഡർ കാർഡ്. ഇന്ന ആളുകളൊക്കെ പുരുഷന്മാരാണ്, അവർ പെൺകോന്നന്മാരാണ്, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും അവർ അംഗീകാരം തരുന്നില്ല എന്നൊക്കെ പറയുന്നതും അവരെ ഷെയിം ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള ജെൻഡർ കാർഡാണ്. ഇനി അടുത്തത് സീസൺ 7 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അനുമോള് പറഞ്ഞു ഇവിടുത്തെ പുരുഷ കേസരികളൊക്കെ വെറും മൊണ്ണകളാണ്. അവരുടെ ഗെയിമൊക്കെ കണ്ട സമയത്ത് നമ്മൾ സരസമായിട്ട് ആ ഒരു കമൻറ്റിനെ ആദ്യം അങ്ങോട്ട് നോക്കി കണ്ടു. കുഴപ്പമില്ല എന്ന് വിചാരിച്ചു, വിഷയമില്ല. ഇവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻസ് വീക്കാണെന്ന് നമ്മൾ വിചാരിച്ചു. ആ ഒരു മൊണ്ണ പരാമർശത്തെക്കുറിച്ചിട്ടോ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടോ മിണ്ടിയില്ല. പക്ഷേ പിന്നീട് ഇത് ഈ PR ടീം ഒരു ഗെയിമാക്കി എടുത്തു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശാക്തീകരണം നേടിയിട്ടുള്ള വനിത എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? ഇവർ തന്നെ പറയുന്നത് ഈ ഒരു സ്ത്രീവിരുദ്ധത തന്നെയാണ്. ഈ ഒരു സീസണിൽ പുരുഷന്മാർ വീക്കാണ് എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആണുങ്ങൾ മികച്ചവരായിട്ട് വരണം എന്നുള്ളതാണ്. ഇവർ വെറും മൊണ്ണകളായതുകൊണ്ടാണ് ഈ സ്ത്രീകൾ കയറി വന്നത്. അതെന്താണ്, ആ സ്ത്രീകളുടെ ഗെയിം അത്ര മോശമാണോ? അനുമോള് ഈ പറയുന്ന പുരുഷന്മാർ മൊണ്ണകളല്ല എന്നുണ്ടെങ്കിൽ കളിച്ച് കയറി വരില്ലായിരുന്നോ? ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഇതിനെ അങ്ങോട്ട് ഉൾപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചു. രസമുള്ള സംഗതികളൊക്കെയാണ്. സംഭവം വളരെ കലുഷിതമാണ് സാഹചര്യങ്ങൾ. നെവിൻ തിരിച്ചു വന്നു. നെവിൻ ചിലപ്പോൾ തിരിച്ചു വരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. കാരണം അങ്ങനെയൊന്നും പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്നതൊന്നും അനുവദിക്കുന്ന ഒരു രീതി ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. ഞാൻ 2-3 സീസൺ കണ്ട സമയത്ത് അതിനകത്തൊന്നും കണ്ടിട്ടില്ല. ഏതായാലും ഈ തവണ കുറച്ച് വ്യത്യസ്തമാണ്. തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളാണ്. ആളുകൾ പെട്ടെന്ന് തന്നെ ഓരോ ആളുകളുടെയൊക്കെ താഴെ പോയി അണിചേർന്നു. അവരുടെയൊക്കെ ഫാനുകളായി മാറി. അപ്പോൾ ചില കമൻറ്റുകൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിടുന്ന ചില കമൻറ്റുകളുണ്ട്. ഞാൻ അവരോട് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങളുടെ സമയം വെറുതെ ഈ മറ്റുള്ള ആളുകളുടെ പദ്ധതികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒരു പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറുള്ള ആളുകളുടെ പദ്ധതികളുടെ ഭാഗമാവും എന്ന് വായിച്ചിട്ടില്ലേ? അതേപോലെ നിങ്ങൾ അനുമോളുടെ PR-ൻ്റെ പദ്ധതിയുടെ ഭാഗവും, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗവും, അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ്റെ പദ്ധതിയുടെ ഭാഗമൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോവുക. അപ്പോൾ ഒരാൾ എൻ്റെ ഉള്ളിൽ തൊടുന്ന പോലത്തെ ഒരു കമൻറ്റ് ഇട്ടു, ഐ എം നോട്ട് എ ഫാൻ ഓഫ് എനി വൺ, റീസെൻ്റ്ലി യു സെഡ് യു ആർ സപ്പോർട്ടിങ് ബിന്നി. ഇത് കൃത്യമായിട്ടുള്ള മാനിപ്പുലേഷനാണ്. ഈ PR ടീമിൻ്റെ പുതിയ പരിപാടിയാണ്. ഇത്തവണ പുതിയ പരിപാടികളാണ് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി യു സെഡ് യു ആർ സപ്പോർട്ടിങ് ബിന്നി. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഒരു വീഡിയോയിലും പറയാൻ ഒരു സാധ്യതയില്ല. ടങ് സ്ലിപ്പായിട്ട് പോലും പറയാനായിട്ടുള്ള സാധ്യതയില്ല. അത് ബിന്നി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പകുതി വീഡിയോയിലും മിണ്ടാറ് പോലും ഇല്ല. കാരണം റീസെൻ്റ് ആയിട്ട് ഒരു എപ്പിസോഡിലും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട സാഹചര്യം വന്നിട്ടില്ല. But what you are actually seeing in her, she clearly has double standards, which we can see evidently. And you are saying, എനിക്ക് ഇങ്ങനത്തെ സ്ത്രീകൾ ഇഷ്ടമല്ല. I am feeling very guilty that I ever followed you. എനിക്ക് ഇങ്ങനത്തെ സ്ത്രീകളെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഇവരെന്തിനാണ് പണങ്ങണത്? I am feeling very guilty that I ever followed you. എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനത്തെ ചില പുരുഷന്മാരെയും ഇങ്ങനത്തെ ചില സ്ത്രീകളെയും ഇങ്ങനത്തെ ഏത് ജെൻഡറിലുള്ള ആളുകളെയൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സ്ത്രീകളെയും എല്ലാ പുരുഷന്മാരെയും എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യതയൊന്നും എന്നിലാരും വരമേൽപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്നുള്ളത് എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടും പ്രതികരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ ഇവർ ഏത് സ്ത്രീയുടെ കാര്യമാണ് മെൻഷൻ ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. I was a follower of JBI TV Mallu analyst since my college days because I really valued your content. But now your reviews about Big Boss seems very partial and you clearly have favorites. So I am unfollowing. I even feel guilty because I recommended your channel to many of my friends saying your content was worth following. Earlier you had a good reputation but now your approach looks very cheap. ഈ കോളേജ് കാലം മുതൽ എൻ്റേതും ഇവിടെ മെൻഷൻ ചെയ്ത ആ ഒരു നല്ല ചാനലിനെയൊക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു കമൻ്റ് ഇട്ട് ഒരു എന്തെങ്കിലും ഒരു അജണ്ടയായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. നിങ്ങളത് എഫക്റ്റ് ചെയ്യില്ല.
കാരണം എപ്പിസോഡ് വൈസ് റിവ്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും എപ്പിസോഡിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പെർഫോമൻസ് നല്ലതാവുന്നതുകൊണ്ടോ മോശമാവുന്നതുകൊണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് അനുകൂലമാണ് പ്രതികൂലമാണെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താ പാപ്പരത്വം നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തോളം ഈ ഒരു കണ്ടൻറ്റ് ഫോളോ ചെയ്തിട്ടും ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നത് പരിതാപകരമാണ്. ഇപ്പോൾ JB ഇന്നത്തെ വീഡിയോയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയാൽ ചിലപ്പോൾ നാളത്തെ വീഡിയോയിൽ അത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോഴേക്ക് പിണങ്ങി പോകുന്ന തരത്തിലേക്കുള്ള ആ ഒരു വൈകാരിക തലത്തിലേക്ക് എത്തി നിൽക്കുന്നത് നിങ്ങൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്താത്തതുകൊണ്ടാണ്. പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി കൃത്യമായിട്ട് ഞാൻ പറയും. എനിക്ക് ആരുടെയും ഒരു സ്നേഹമൊന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടാനായിട്ടുള്ള എലമെൻറ്റ്സ് ഒരു കാലത്തുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള എലമെൻറ്റ്സ് ഇക്കാലത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ആയിക്കൊള്ളുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ ചില ടൈപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ത്രീകളെ എനിക്കിഷ്ടമില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കും അനുവദിച്ച് തന്നിരിക്കുന്നു. ബിഗ് ബോസ് സീസണിലെ പുരുഷന്മാരൊക്കെ മൊണ്ണകളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ തവണ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് കത്തിക്കയറി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവർ കത്തിക്കയറി മുന്നോട്ടേക്ക് പോകുന്നത് വേറെ ചില ആളുകളുടെ കണ്ണിലാണ്. അവർ തീവ്ര ഫെമിനാസികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ നമുക്ക് ഒരു ജെൻഡറിനെ മാത്രം ഇങ്ങനെ കണ്ട് അവരോട് അഭിനിവേശം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യങ്ങളെ നോക്കിയൊന്നും വിലയിരുത്താനായിട്ട് പറ്റത്തില്ല. എനിക്കങ്ങനെ ഒരു ജെൻഡറിനോട് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പക്ഷപാതമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം മെയിൻ ചാനലിൽ ഞാൻ ന്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പൊതുവേ നമുക്ക് സ്ത്രീപക്ഷമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ നിയമത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടും വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നമ്മളൊരു സ്ത്രീപക്ഷവാദിയാണെന്ന് തോന്നാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നിയമങ്ങൾ സ്ത്രീപക്ഷമാണ്. കുറച്ചൊക്കെ നമ്മൾ സ്ത്രീപക്ഷമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ടും ഞാൻ ആ ഒരു രീതിയിലെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തുള്ളൂ. നിയമത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല, അത് ഒരൊറ്റ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മെയിൻ ചാനലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ പറയാറില്ല. ബിഗ് ബോസ് ചാനലിൽ വേറെ ഒരു രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയും. അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കും. ഈ പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞിട്ട് ഈ പുരോഗമിച്ചു അല്ലെങ്കിൽ ശക്തീകരണം നേടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊന്നും പറയാതിരിക്കത്തൊന്നുമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതിൽ എൻ്റെ ഈ പേഴ്സണൽ അറ്റാക്കാണ് മെയിനായിട്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവും നമ്മൾ ഈ ഇന്ന കൂട്ടം പെണ്ണുങ്ങൾ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ. അതെന്താണ് JBക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടാൽ? അപ്പോഴത്തേക്ക് വന്നൊരു കമൻറ്റാണ്, മിസ്റ്റർ JB വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, തങ്ങളെപ്പോലെ ശരിയും തെറ്റും സ്കെയിൽ വെച്ച് ആൾക്കാർ നടക്കുന്ന നല്ലവരായ എല്ലാം തെളിഞ്ഞ ആളുകളുടെ ഒരു പ്രശ്നം ഒരു കസേരയിൽ വന്നിരുന്ന ഒരു ചുമരിനോട് ചേർന്ന് നിന്ന് വളരെ ഈസിയായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ചുമരിനോട് ചേർന്നിട്ടില്ല, കുറച്ച് നല്ല സ്പേസ് ഉണ്ട്, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡെപ്ത് കിട്ടത്തുള്ളൂ. പിന്നെ വളരെ ഈസിയായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈസി ആയിട്ടൊന്നുമല്ല കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത് അത്ര ഈസി അല്ല വിശകലനം ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ബിഗ് ബോസ് മുഴുവൻ ഇരുന്ന് കാണുന്ന ആളല്ല. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ബിഗ് ബോസ് മൊത്തം ഇരുന്ന് കാണുന്ന ആളല്ല. ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിതാപം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഫാനോളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ, എസ്പെഷ്യലി ഈ അനിമോളിലേക്ക് ഫാൻസായിട്ട് നടക്കുന്ന സ്ത്രീപക്ഷവാദികളിൽ ഒരു കൂട്ടം ആളുകൾക്ക് പണിയില്ലാത്തതുപോലെയല്ല കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളുടെ കാര്യം. അവർക്ക് ചില സാഹചര്യങ്ങളിൽ പണിയില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ ലൈവ് കാണാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടാവും. എന്നാൽ അവരൊന്നും സ്ഥിരമായിട്ട് ഈ പണിയായിട്ടിരിക്കുന്ന ആൾക്കാരല്ല. അവർ വൈകിട്ട് വന്ന് എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു വലിയ ജനവിഭാഗത്തെ, ഒരു മജോറിറ്റിയെ, സാധാരണക്കാരനെ, കഷ്ടപ്പെടുന്ന ആളുകളെ പ്രതിനിധീകരിച്ചിട്ട് എപ്പിസോഡ് റിവ്യൂ വന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് ഞാൻ. എപ്പിസോഡ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനെ നിരാകരിക്കാൻ പറ്റത്തില്ല. കാരണം TV മജോറിറ്റി കാണുന്നത് എപ്പിസോഡാണ്. ബിഗ് ബോസ് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടൻ എപ്പിസോഡ് ഇല്ലാത്ത ഒരൊറ്റ കാര്യം പറയാറില്ല. ഇത് മജോറിറ്റിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു പരിപാടിയായിട്ട് കണ്ടാൽ മതി. ഞാൻ ലൈവ് അപ്ഡേറ്റ് തരാറില്ലല്ലോ. ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റ് തരാം. ലൈവ് കാണുന്നില്ല. എനിക്ക് ലൈവ് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു കൂട്ടം തന്നെ ഉണ്ട്. കൃത്യമായിട്ട് വിത്ത് വേർഡ് ബൈ വേർഡ് എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടും. കൃത്യമായിട്ട് എൻ്റെ ഫോണിൽ സംഭാഷണം പോയി കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വൈകിട്ട് വന്നിരുന്ന എപ്പിസോഡ് കണ്ടിട്ട് ആകാശത്തുനിന്ന് എടുത്തിടുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. അത് എന്തിനാണ് ഇവിടെ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിൽ എന്തെങ്കിലും കൂതറ വർത്താനം പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ഉണ്ടാവും. എന്നാൽ ലൈവിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ട്രിഗർ ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കൂതർത്തരം ഇവിടെ പറഞ്ഞത് എന്ന് ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ട്രിഗർ ചെയ്ത പോയിന്റ് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബിഗ് ബോസ് ഷോ ആണ്. അപ്പോൾ നിങ്ങൾ ട്രിഗേർഡായിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിളിച്ച് പറഞ്ഞ കാര്യം മാത്രമാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു മജോറിറ്റി ഓഡിയൻസ്, ഞാനടക്കമുള്ള വൈകിട്ട് വന്നിരുന്ന് TV കാണുന്ന ആൾക്കാർ അത് കണ്ടിട്ട് വോട്ട് ചെയ്യത്തുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ വീതി.
നിങ്ങളിവിടെ വന്നിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി പണി ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് നിൽക്കുന്നില്ലെങ്കിൽ അന്തസ്സായി ഇതുപോലുള്ള പ്രോഗ്രാമുകളുടെ റിവ്യൂ പറയൽ നിർത്തിയിട്ട് പോകാനുള്ള ഗഡ്സ് കാണിക്കണം. ബിഗ് ബോസ് പോലുള്ള കണ്ടന്റ് മാനസിക ശേഷിയും ക്ഷമയും പരമാവധി പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ. അവിടെ ഈ നേരത്തെ പറഞ്ഞ മീറ്റർ സ്കെയിലിൽ പെൻസിലും എടുത്ത് കൃത്യമായ അളവിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞു പോകാൻ കഴിയണമെന്നില്ല. ഇത്തവണ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വേദന തോന്നുന്നത്? വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരാധിക്കുന്ന ചില ആളുകൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ടല്ല മുന്നോട്ടേക്ക് പോകുന്നത്. ആദില നൂറ പൂമ്പാറ്റകളെ തലയെടുത്ത് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടൊക്കെയാണ് പ്രൊവോക്ക് ചെയ്യുന്നത്. അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് വേദന തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അനിമോൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലെ പവർഫുൾ ആയിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്ന ആളുടെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് എന്ന് ഞാൻ പറയും. അതിലെനിക്ക് മടിയൊന്നുമില്ല. അത് ഈ ആണാണോ നട്ടല്ലുണ്ടോ അവിടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേദന തോന്നുന്നത്? ഇത് ആണുങ്ങളുടെ ഭാഗത്തുനിന്നല്ല, ഇത് ആണുങ്ങളായിട്ടുള്ള വല്ല ആളുകളും കണ്ടസ്റ്റൻസും ചോദിക്കാറുണ്ടെങ്കിൽ കരഞ്ഞ് മൂങ്ങി കമൻറ്റ് വന്നേനല്ലോ. ഇതെന്താണ്, ഇതൊരു സമൂഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഷോ അല്ലേ, ഇവിടെയാണോ സ്ത്രീകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചേനല്ലോ. അപ്പം ഈ ഞങ്ങളുടെ ആൾക്കാരാവുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞുകൂടാ, ഞങ്ങളുടെ ജെൻഡർ ആവുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞുകൂടാ, ആണുങ്ങൾ പറയുമ്പോൾ മാത്രം ചോദ്യം ചെയ്താൽ മതി എന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർ പറയും ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് ഈ സീസണിൽ എന്നുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് തോണിയിലും കാലിട്ടിട്ടുള്ള വർത്തമാനം അതൊന്നും ഞാനിവിടെ പറയത്തൊന്നുമില്ല. കൃത്യമായിട്ട് ഏതാണോ സിറ്റുവേഷൻ അതിൻ്റെ ഒരു മെറിറ്റൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇവിടെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഈ ലൈവ് ഫുള്ള് ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR ആയിട്ട് വർക്ക് ചെയ്തു, നിങ്ങൾ റിവ്യൂ പറയുന്ന ഒരാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കമൻറ്റിനെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും നേടാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ഒരു ഷോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം, ഈ വെറും ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്തുള്ള ചിന്ത എന്ന് പറയുന്ന ആ ഒരു കാര്യം മാറ്റി വയ്ക്കാനായിട്ടെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിട്ടിരിക്കും. ചെകുത്താനുമായിട്ടുള്ള വിഷയങ്ങളിൽ താങ്കൾ തന്നെ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി വ്യാപരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കുറേയധികം പ്രേക്ഷകരുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ കോൺട്രവേഴ്സികളിൽ നിന്നിട്ട് നമ്മുടെ കണ്ടന്റിലേക്ക് വന്നിട്ട് വീണ്ടും കോൺട്രവേഴ്സികൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ചെങ്ങായിട്ടുള്ള വീഡിയോ ഒന്നും എൻ്റെ ചാനലിൽ ഇപ്പോൾ ഇല്ല. അതത്ര വലിയ കൃത്യമായിട്ട് ഘനഗംഭീരമായിട്ടുള്ള വ്യാപരിച്ചിട്ടുള്ള സാധനമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സാധനം അൺലിസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെയുള്ള ചപ്പറാച്ചി പരിപാടികൾ, വെറുതെ ആളുകൾക്ക് ഗുണമില്ലാത്ത പരിപാടികൾ ചാനലിൽ ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അൺലിസ്റ്റ് ചെയ്തത്. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അതിൽ ഊറ്റം കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ ഇട്ടിട്ട് വെറുതെ മാസ് കാണിക്കാം. കാരണം ഞാൻ അതിനകത്ത് കുറച്ച് മാസൊക്കെ കാണിച്ചിട്ടുണ്ട്, വെറുതെ ചിന്താശേഷി ഇല്ലാത്ത കുറച്ച് മാസൊക്കെ ഞാനത് അൺലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തിരുത്താനായിട്ടുള്ള ഒരു ലെവലില്ല എന്ന് വെച്ചിട്ട് എന്നെ അങ്ങനെ വിചാരിക്കരുത്. ഈ ഒരു കോൺട്രവേഴ്സിയൊക്കെ കണ്ടിട്ട് ഒരാളുടെ ആശയങ്ങളോടോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയത്തോടോ ഒന്നും വലിയ അഭിനിവേശം ഉണ്ടാക്കിക്കൊണ്ട് വരാതിരിക്കുക. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ കുറച്ച് കെട്ടിക്ക് എന്തൊക്കെയോ വന്നിരുന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് ഉഴപ്പിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ വയ്യ. ഗെയിം ഷോയായി കാണൂ, അതിലെ ഗെയിം കാണാൻ ശ്രമിക്കൂ. മുക്കിലും മൂലയിലുമുള്ള പൊളിറ്റിക്കൽ കണക്ഷൻസ് കണ്ടുപിടിച്ച് സ്പോട്ട് ചെയ്യുന്ന തൊഴിൽ മാത്രമാക്കാതെ മിനിമം താങ്കൾ ചെയ്യുന്ന ഈ ജോലി കുറച്ചുകൂടി ആത്മാർത്ഥമായി ചെയ്താൽ നല്ലത് എന്നൊരു അഭിപ്രായം മാന്യമായി മുന്നോട്ട് വയ്ക്കുന്നു. ഗെയിം ഷോയായിട്ട് കാണാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണ് ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോ എൻ്റെ നാട്ടിൽ ഞാൻ പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കേബിളിലോ അല്ലെങ്കിൽ ഒരു OTT പ്ലാറ്റ്ഫോമിലോ ഒരു റിയാലിറ്റി ഷോ എങ്ങനെ കാണണം എന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ പ്ലാറ്റ്ഫോമിൽ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതും ഞാൻ തീരുമാനിക്കും. അപ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാണണോ, സാമൂഹ്യ മുന്നേറ്റം കാണണോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡ്രാമ കാണണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിവ്യൂ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആരെയും നന്നാക്കാനായിട്ടോ അല്ലെങ്കിൽ ആരെയും മോശമാക്കാനായിട്ടോ ഒന്നുമല്ല. സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളുകൾക്ക് സമൂഹമായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മാത്രമേ എൻ്റെ ധർമ്മമുള്ളൂ. അല്ലാതെ കപ്പും കൊണ്ട് ഏതെങ്കിലും ഒരുത്തം പോകുന്ന സമയത്ത് കരഘോഷം അടിക്കാൻ വേണ്ടി, അതിൽ സന്തോഷം പുകാൻ വേണ്ടി അവൻ ഗെയിമിൽ 24 മണിക്കൂർ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും നോക്കുന്ന തരത്തിലേക്കുള്ള ആത്മാർത്ഥത എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനിവിടെ ഉള്ളൊരു മെജോറിറ്റി ആളുകളുടെ കൂടെയാണ് ഞങ്ങൾക്ക് ഇത് കുറച്ച് സമയം കാണാനായിട്ട് സമയമുള്ളൂ എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഞാനിത് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് മുഴുവനായിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഞാനത് ഓപ്പണായിട്ട് അവകാശപ്പെടുന്നില്ല. ഇത് സാധാരണക്കാരൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അവർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇന്ന് മാറ്റി വെക്കുക, നാളെ എടുത്ത് തിരിച്ചു വെക്കുക, ഇന്ന് ഞങ്ങളുടെ ആൾക്കാർ വരുന്ന സമയത്ത് പൊളിറ്റിക്കലി റോങ് ആയിട്ട് ചിന്തിക്കുക, നാളെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചിന്തിക്കുക എന്നുള്ള രീതിയൊന്നുമില്ല. അവർ ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് മാറി വരുന്ന ആളുകളാണ്. ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ആയിരിക്കും അവർ മാറുന്നത്, ചിലപ്പോൾ ഇത്തിരി അതൃപ്തികളൊക്കെ ഉണ്ടാവും, എന്നാലും മാറിയാൽ ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ്.
നിങ്ങളാണ് ഈ നിലപാടുകളിൽ നിന്നിട്ട് മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഒരു കമൻറ്റ് ഇന്നലത്തെ വീഡിയോയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംസാരിച്ചുകൊണ്ടാണ്, അല്ലാതെ എൻ്റെ റിവ്യൂവിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് ഞാൻ ആദില നൂർ എന്നിവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അടക്കം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് പോലും വളരെ മോശമായിട്ട് തോന്നിയ ചില സംസാരമായിരുന്നു നെവിൻ്റെ അടുത്ത് ആദില നൂർ എന്നിവർ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഒരു ഷോ വഴി കുറേ മാറ്റങ്ങളൊക്കെ ഷോയുടെ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അതിൽ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള ഒരു സംഭവം, ഇതൊക്കെ കൃത്യമായിട്ട് ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. എന്താണ് അനിമോൾ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് വേണ്ടി ഒരു PR ആർമിയൊക്കെ രൂപപ്പെടുന്നത്? സാധാരണ ബിഗ് ബോസ് ഹൗസിലെ രാജാക്കന്മാർക്ക് വേണ്ടി രൂപപ്പെട്ടിരുന്നത് പോലെയുള്ള ആർമികളൊക്കെ ഈ ഒരു ചെറിയ ടൈമിൽ അനിമോൾക്ക് വേണ്ടി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? അവിടെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയുന്നതിൻ്റെ ഒരു സെൻസൊക്കെ ആളുകൾക്ക് കണക്റ്റ് ആവുന്നത്. എല്ലാ സീസണിലും ഏതെങ്കിലും ഒരു രാജാവ് ഉണ്ടാവും. രാജാവായിട്ട് രൂപപ്പെടാനായിട്ട് വളരെ ഈസിയാണ്. ഈ തവണ നമ്മൾ രാജോദയം എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ അങ്ങനെ വിചാരിച്ചിരുന്നു. കാരണം സ്ത്രീവിരുദ്ധനാണ്, അതേപോലെ തന്നെ സദാചാരവാദിയാണ്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അങ്ങനെയൊക്കെ ആകാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ വർക്കായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള സദാചാരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വർക്കാവില്ല. എന്നാൽ അനിമോളുടെ സദാചാരം വർക്കായി. അനിമോളുടെ മോശമായിട്ടുള്ള ആ ഒരു സദാചാര ചിന്താഗതിയും അമ്മായി മൈൻഡ് സെറ്റും കൃത്യമായിട്ട് വർക്കായി. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ. നാളെ അവർ ഗെയിം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം തോന്നും. എന്നെ ഒന്നും ആരും നോക്കുന്നില്ലടി, നമ്മളെ ഒന്നും ആർക്കും വേണ്ടടി എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെല്ലാം മൊണ്ണകളാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ഞങ്ങളെ നോക്കുന്ന പുരുഷന്മാരൊന്നും മൊണ്ണകളല്ല, ആ ഒരു സ്ത്രീയെ നോക്കുന്ന പുരുഷന്മാരൊക്കെ മൊണ്ണകളാണ്. അതേപോലെ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ കിട്ടുന്ന കാര്യത്തിൽ ശൈത്യം അനുമോളും കൂടി ഇരുന്ന് പറഞ്ഞിരിച്ച കാര്യം എന്താണ്? ഗിസേലിന് വസ്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാവും, എന്തൊക്കെ കാണാമല്ലോ എന്നുള്ള ഒരു വർത്താനം. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. അവരെ പാമ്പർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളോടും എസ് പറയുന്ന ആളുകളൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആണുങ്ങളും അല്ലാത്ത ആണുങ്ങളൊക്കെ മൊണ്ണകളും അതേപോലെ തന്നെ പെൺകോന്തന്മാരുമാണ്. ഇത് തുടക്കം തന്നെ ഇട്ട് തന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനിമോളെ എങ്ങനെയാണ് സദാചാരവാദികളല്ലാത്ത ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുക? ഇമാതിരിയുള്ള വർത്തമാനമൊന്നും കേട്ടിട്ട് അഭിമാനമുള്ള ആളുകളൊന്നും ഒരാളെടുത്ത് തലയിൽ വെക്കില്ല. അങ്ങനെ ജെൻഡർ കാർഡ് ഇറക്കുക എന്ന് പറയും. അങ്ങനെ ജെൻഡർ കാർഡ് ഇറക്കുക, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അബലയാണ് എന്ന് പറയുന്നത് മാത്രമല്ല ജെൻഡർ കാർഡ്. ഇന്ന ആളുകളൊക്കെ പുരുഷന്മാരാണ്, അവർ പെൺകോന്നന്മാരാണ്, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും അവർ അംഗീകാരം തരുന്നില്ല എന്നൊക്കെ പറയുന്നതും അവരെ ഷെയിം ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള ജെൻഡർ കാർഡാണ്. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നൊന്നുമില്ല. ഇനി അടുത്തത് ഈ ആദില നൂർ, ശൈത്യം, അതേപോലെ തന്നെ നമ്മുടെ അനിമോളൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. അനിമോൾക്ക് ഒറ്റപ്പെടാനായിട്ടുള്ള അവസരം കൊടുക്കാതെ ഒരു ഗ്യാങ് ആയിട്ട് അവർ മാറിയിട്ടുണ്ട്. അവരുടെ വർത്താനം എന്താണ്? നീ ആണാണ്, ഇറങ്ങിപ്പോടാ. നീ നട്ടലുള്ളവനാണ്, ഇറങ്ങിപ്പോടാ. നീ ആണാണോടാ, നീ ആണാണെന്ന് തെളിയിക്കടാ. അപ്പോൾ ഇങ്ങനെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി തെളിയിക്കണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ട ഇവരുടെ പേരൻസിൻ്റെ ആ ഒരു ട്രോമയും പേര് നടക്കുന്ന ആളുകളാണ് മറ്റൊരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണം എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. ഇവിടെയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി, ഞങ്ങളൊരു മൈനോറിറ്റിയാണ്, ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വോട്ട് നേടാനായിട്ട് ഹൗസിലേക്ക് വന്ന ആളുകൾ ഇതേ സാധനം വെച്ചിട്ട് വേറെ ഒരു കൂട്ടം ആളുകളെ ബുള്ളി ചെയ്യുന്നതും ഷെയിം ചെയ്യുന്നതും കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. അവിടെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ എടുത്തു പറയും. ആളുകളുടെ മസ്കുലിനിറ്റിയൊക്കെ ചോദ്യം ചെയ്ത് അതിൻ്റെ പേരിൽ അവരെ ഇൻസ്ക്യൂർ ആക്കിയിട്ട് ഞങ്ങളെന്തോ വലിയ ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. ഒരാളുടെ പൗരുഷം, ഒരാൾ ആണാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത് ഏതായാലും ഒരു ഗെയിമിൻ്റെ ഭാഗമൊന്നുമല്ല. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ചിന്താഗതികളുടെ പ്രശ്നമാണ്. അത് കേരളത്തിൻ്റെ വളരെ പ്രാചീന ശിലായുഗ ജീവിത ചിന്താരീതികളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിന്തയാണ്. ആ ശിലായുഗ ചിന്തകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, വേദനിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഇവിടെ വന്ന് ഇമാതിരി ഡയലോഗ് അടിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. അടുത്ത എപ്പിസോഡിൽ അത് മറക്കും. വീണ്ടും അങ്ങനെയുള്ള ചോദ്യം ആവർത്തിച്ചെങ്കിൽ മാത്രം അതിനെക്കുറിച്ചിട്ട് വീണ്ടും പറയും. നമ്മൾ മറക്കുന്ന ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഇത്തവണ പറയണോ എന്ന് ചോദിച്ച ആൾക്കാരോടാണ്. ഓർമ്മിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ടേക്ക് പോകും. അങ്ങനെയൊക്കെ പോയാൽ മതി. അങ്ങനെയൊക്കെ ഇവിടെ ചർച്ചകൾ മുന്നോട്ടേക്ക് പോയാൽ മതി. അല്ലാതെ ഗെയിമിനെ ഗെയിമായിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണേണ്ടവർ കണ്ടോ, നമ്മളങ്ങനെ കാണുന്നില്ല എന്നങ്ങ് വിചാരിച്ചോളുക. നമ്മുടെ ഗെയിം ഇതാണ്, ഇതൊരു ഗെയിമാണ്. ഇത് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന ഒരു കളിയാണ്. ഞാനാണ് അതിൻ്റെ റഫറി, അല്ലെങ്കിൽ ഞാനാണ് അതിനകത്തെ കളിക്കാരൻ എന്നങ്ങോട്ട് വിചാരിച്ചോളുക. ഇനി അടുത്തത് സീസൺ 7 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അനിമോള് പറഞ്ഞു ഇവിടുത്തെ പുരുഷ കേസരികളൊക്കെ വെറും മൊണ്ണകളാണ്. അവരുടെ ഗെയിമൊക്കെ കണ്ട സമയത്ത് നമ്മൾ സരസമായിട്ട് ആ ഒരു കമൻറ്റിനെ ആദ്യം അങ്ങോട്ട് നോക്കി കണ്ടു. കുഴപ്പമില്ല എന്ന് വിചാരിച്ച്, വിഷയമില്ല.
ഇവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻസ് വീക്കാണെന്ന് നമ്മൾ വിചാരിച്ചു. ആ ഒരു മൊണ്ണ പരാമർശത്തെക്കുറിച്ചിട്ടോ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടോ മിണ്ടിയില്ല. പക്ഷേ പിന്നീട് ഇത് ഈ PR ടീം ഒരു ഗെയിമാക്കി എടുത്തു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശാക്തീകരണം നേടിയിട്ടുള്ള വനിത എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? ഇവർ തന്നെ പറയുന്നത് ഈ ഒരു സ്ത്രീവിരുദ്ധത തന്നെയാണ്. ഈ ഒരു സീസണിൽ പുരുഷന്മാർ വീക്കാണ് എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആണുങ്ങൾ മികച്ചവരായിട്ട് വരണം എന്നുള്ളതാണ്. ഇവർ വെറും മൊണ്ണകളായതുകൊണ്ടാണ് ഈ സ്ത്രീകൾ കയറി വന്നത്. അതെന്താണ്, ആ സ്ത്രീകളുടെ ഗെയിം അത്ര മോശമാണോ? അനുമോള് ഈ പറയുന്ന പുരുഷന്മാർ മൊണ്ണകളല്ല എന്നുണ്ടെങ്കിൽ കളിച്ച് കയറി വരില്ലായിരുന്നോ? അത്രത്തോളം മോശം പ്ലെയർ ആയിട്ടാണോ അനുമോളെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ പറയുന്നത് ആരാ? ഇതൊക്കെ പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും കൃത്യമായിട്ട് ഈ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാറില്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇവരുടെ ഗെയിം. പുരുഷന്മാരാണ് ശരിക്കും പറഞ്ഞാൽ കളിച്ച് കയറി വരേണ്ടത്. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. സ്ത്രീകൾ കയറി വന്നത് അവർ മൊണ്ണകളായതുകൊണ്ടാണ്. ഇനി അനുമോൾക്ക് ഫാൻസിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നലെ ജിസയിലും അതേപോലെ തന്നെ ആര്യനും ഒരു കട്ടിലിൽ കിടക്കുന്നു. ജിസേൽ വസ്ത്രം നേരെയാക്കി ഇട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ മെയിൻ സംഭവം. അതുകൊണ്ട് അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അമ്മാതിരി ഊള മൈൻഡ് സെറ്റുള്ള ഒരു കൂട്ടം ആളുകളുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെയാണ് നമുക്കൊരു മികച്ച കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്? ചിലപ്പോൾ നാളെ ഇവരുടെ സ്വഭാവം മാറുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മളൊന്നും അത്ര ദാരിദ്ര്യാവസ്ഥയിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഈ പുതപ്പിനടിയിലുള്ള കാര്യങ്ങളിൽ കുതുകികളായിട്ടുള്ള, പുതപ്പിനടിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമാണ് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പുതപ്പിനടിയിൽ എന്തെങ്കിലും ഉണ്ടാവും, ആളുകൾ പുതപ്പ് മൂടിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ടതുണ്ട് പുള്ളേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമൊക്കെ ആയി. സാധാരണ മറ്റേ ടോക്സിക് രാജാക്കന്മാരിൽ കണ്ടുകൊണ്ടിരുന്ന സ്വഭാവം ഈ തവണ മറ്റേ കനലൊരു തരി മതി അവളില്ലെങ്കിൽ അത് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് കോൺഫിഡൻസിലാണ്, എന്ത് അറഗൻ്റായിട്ടാണ് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നത്. അത് ചുണ്ടിൽ പേപ്പർ വരയ്ക്കുന്നതാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഈ ആര്യൻ എന്ന് പറയുന്ന കഥാപാത്രം ചെറുക്കൻ വേർപ്പിക്കലാണ്, നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഈവൻ ഗിസേലിനോടും ആര്യനോടും ഒന്നും എനിക്ക് വലിയ മമതയൊന്നും ഇല്ലാത്ത ഗെയിമേഴ്സാണ്. പാൽക്കുപ്പി നീ ഇവിടെ ഇറങ്ങുമ്പോ നോക്കിക്കോ. നിനക്ക് നല്ലൊരു പേര് വീഴൂടാ. നിനക്കൂടാ പെൺകോന്തൻ പെണ്ണാളെന്ന്. നീ പോളെ വായ നോക്കി പോളെ. ചിരിച്ചിരിച്ച് എല്ലാരും അവളുടെ ഇതിലാക്കാൻ നോക്കും, പക്ഷെ നടക്കില്ല. ഞാൻ നോർമൽ കോഴി നീ പോടാ കോഴി പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. ചേച്ചി ഏത് അനിയത്തി ഏത് നടത്തുന്നവന് പൈസ മൂത്ത ആൾക്കാരാണ് അവൻ പ്രേമിക്കാൻ പോണത്. അപ്പൊ നിന്റെ അമ്മയെ അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഇവിടെ നല്ലൊരു പേര് വീഴുന്ന്. ഓ നീട്ട പേരാണല്ലോ എല്ലാരും വെയിറ്റ് ചെയ്യണേ. കോഴി ഇതിനേക്കാൾ നല്ല പേര് ഇട്ടോളൂ. നീ മേടിക്കേണ്ടി സത്യം മേടിക്കും. എടുക്കാത്ത ചപ്പാത്തിയുടെ പേരിൽ ചപ്പാത്തി കള്ളി എന്ന് പേര് കേട്ട അനുമോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് പേരിട്ട് കൊടുക്കാനായിട്ട് ഓടിപ്പിടിച്ച് നടക്കുന്നതാണ് നമ്മൾ ഹൗസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നത്. ജിസേൽ കാപ്പിക്കള്ളി എന്നുള്ള വിളി കേൾക്കണമെന്ന് അനുമോൾ ആഗ്രഹിച്ചു. എന്നാൽ കാപ്പിക്കള്ളി എന്ന് നവീൻ റൊമാൻറ്റിക് ആയിട്ടൊക്കെ വിളിക്കുന്നത് കണ്ട സമയത്ത്, അത് ജിസേൽ ഒരു അംഗീകാരമായിട്ട് എടുത്ത സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കള്ളി എന്നുള്ളതാക്കി. പുറത്ത് ഇങ്ങനെ ഒരു പേര് വീഴുമേ ഇങ്ങനെ പലതവണ പല ആവർത്തി ഹൗസിൽ പറയുന്നത് നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ പാൽക്കുപ്പി, അതേപോലെ തന്നെ പെണ്ണാളൻ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. കോഴി എന്നുള്ള പേര് വീഴുവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ വല്ലവരും ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടോ ഇവരെയൊക്കെ ഇങ്ങനെ പേര് വിളിക്കാൻ വേണ്ടി? അപ്പോൾ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള പരിപാടികൾ കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ, കോമൺ സെൻസ് ഉള്ള ബൗദ്ധി വെച്ചിട്ട് ഈ പരിപാടി കാണുന്ന ആളുകൾക്ക് പറ്റില്ല. അതേപോലെ തന്നെ ഇവർ എങ്ങനെയാണ് ഒരു കാര്യത്തെ ഇവർ പ്രൊവോക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരാൾ പ്രൊവോക്ക് ആയപ്പോൾ എന്താണ് കാണിച്ചത്? അവർ ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ പ്രൊവോക്ഡ് ആവാം. ഇവരെങ്ങനെയാണ്? ഇവർ അവരുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുകയാണ്. പലപ്പോഴും ഇവർ ജെൻഡർ കാർഡാണ് എടുത്തിടുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ആകർഷണം, ബന്ധം, ഇതാണ് എടുത്തിടുന്നത്. വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട കളി. ലോക കോഴി, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തവൻ, പെണ്ണാളൻ എന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, അനുമോളുടെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയൊക്കെ തോന്നും. ആളുകളുമായിട്ട് സംസാരിക്കുന്ന, പെണ്ണുങ്ങളുമായിട്ട് മിണ്ടുന്ന, ഇത്തിരി ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ അങ്ങനെയായിട്ട് തോന്നും. പക്ഷേ അനുമോൾ ആര്യൻ്റെ അടുത്ത് ഒരു റീസണും ഇല്ലാതെ ഇവിടെ ഒട്ടിയിരിക്കുന്ന നമ്മൾ ഹൗസിൽ കണ്ടിട്ടുണ്ട്. അപ്പം വരുതിക്ക് വരാത്ത ആളുകളായപ്പോഴത്തേനും, ബാക്കിയുള്ള സ്ത്രീകളോട് സംസാരിക്കുന്ന ആളായപ്പോഴത്തേനും പെണ്ണാളൻ, അതേപോലെ തന്നെ കോഴിയൊക്കെ ആയി. അതൊക്കെ എന്നെ മോശം ഭാഷയാണ്, എന്നെ മോശം സമീപനമാണ്.
തനിക്കൊരു നിയമം ബാക്കിയുള്ള ആളുകൾക്ക് വേറൊരു നിയമം എന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. ഒരു ഹൗസിൽ ഇത് ആളുകളുടെ സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാറ്റി വെച്ചാലും അല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ ലൈവ് ഇരുന്ന് കണ്ടിട്ട് PR വർക്ക് എടുത്താലും ഒന്നും ഇതൊന്നും നന്നാവത്തൊന്നുമില്ല. ഇതൊന്നും നമുക്ക് പെയിൻ്റ് അടിച്ചൊന്നും വെളുപ്പിക്കാനായിട്ട് പറ്റില്ല. ഇത് ആളുകൾക്ക് ബേസിക് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും. ഇത് അവിടെ നിന്ന് ഇവിടെ നോക്കി ഇവരിങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. പൈസ മൂത്ത ആൾക്കാരാണ് അവൻ പ്രേമിക്കാൻ പോണത്. അപ്പൊ നിന്റെ അമ്മായപ്പൻ അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഇവിടെ നിനക്ക് നല്ലൊരു പേര് വീഴുന്ന്. ഓ നീട്ട പേരാണല്ലോ എല്ലാരും വെയിറ്റ് ചെയ്യണേ. കോഴി ഇതിനേക്കാൾ നല്ല പേര് ഇട്ടോളൂ. നീ മേടിക്കണ്ടേ? സത്യം മേടിക്കും. ചേച്ചി അനിയത്തെയും തിരിച്ചറിയത്തില്ലാത്തവൻ, വയസ്സിന് മൂത്ത ആളെ പ്രേമിക്കാൻ പോകുന്നവൻ എന്നൊക്കെ വിളിക്കുന്നത് എന്നാ ഇത് ബുള്ളിങ് അല്ലേ? ബുള്ളിങ് മാത്രമല്ല, ഒരു ഷെയ്മിങ് ആണ്. ഇപ്പം ഒരു വീട്ടിൽ അധിവസിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ആൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇമാതിരി വൃത്തികേടുകൾ പറഞ്ഞ് പരത്തുന്നത്. ഇത് തിരിച്ച് അങ്ങടേക്ക് ആരോപിക്കുകയായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നായിരിക്കും പുകില്? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മാറ്റി വെച്ച് തിരിച്ചെടുത്തുകൊണ്ട് വരേണ്ടി വന്നേനെ. ഇനിയിപ്പോൾ എന്നെ വെല്ലുവിളിച്ച ചില ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാം. അവരിൽ പല ആളുകളും പറയുന്നത് ലൈവിൽ ചില കാര്യങ്ങളൊക്കെ നടന്ന് നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാതെ അത് അതാണ് പ്രൊവോക്കേഷൻ്റെ റീസൺ. അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ശരിയായിട്ട് തോന്നും. ലൈവൊന്നും ഫുള്ളിരുന്ന് കണ്ടില്ലെങ്കിലും കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ടും അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുമുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് വേർഡ് ബൈ വേർഡായിട്ട് ഇങ്ങനെ കിട്ടും എന്താണ് ഹൗസിൽ പ്രധാനപ്പെട്ടതായി സംസാരിച്ചത്, സംഭാഷണം അടക്കം കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് വൈകിട്ട് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ചിലപ്പം റിവ്യൂ വൈകുന്നത്. എപ്പിസോഡ് കഴിഞ്ഞിട്ട് BB+ കാണാനായിട്ടൊന്നും പോകുന്നൊന്നുമല്ല. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് റിവ്യൂ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ അറ്റവും മുറിയൊക്കെ തപ്പി എടുപ്പിച്ച് പറയിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഫാൻസുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പണിക്ക് പണിയാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ നമ്മളെ ഈ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു കണ്ടൻറ്റാണ്. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്തും വൈകിട്ട് ഇടുന്നതിൻ്റെ അതേ ഇത് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇത്തിരി അങ്ങ് പണിയെടുക്കും, ഞാൻ കുറച്ചും കൂടെ അങ്ങ് നേടും. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് നേടിക്കാതിരിക്കുക എന്നുള്ളതാണ് PR ടീമാരൊക്കെ ചെയ്യേണ്ടത്.